ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ആദംസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലത്തെ വീഡിയോ ആണ് ഗൈസ്. ഇന്ന് ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇന്ന് കടയിൽ വൈകുന്നേരം പോയാൽ മതി, രാത്രിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി, രാത്രിയിലത്തേക്ക് ഓർഡർ ഉള്ളൂ. അപ്പോൾ അതുവരെ ചപ്പാത്തിക്ക് വർക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. +1 +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പഠിക്കാനുണ്ട്. അത് വേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, എങ്ങനെയാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളതിന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ +1 പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിലും ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഉപകരിക്കുമായിരിക്കും. കാരണം ഞാൻ ബേസിക് കാര്യങ്ങൾ തൊട്ട് ഫുള്ള് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതൊന്നും പറയുന്നില്ല. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അത് ചെയ്യാനുള്ള സമയമേ കിട്ടുകയുള്ളൂ. ബാക്കി സമയത്ത് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, വർക്ക് ഉണ്ട് കടയിൽ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സംഭവങ്ങൾ, ബേസിക് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ കഴിക്കാനുള്ളതെന്ന് ആദ്യം നോക്കട്ടെ ഗൈസ്. വീടിൻ്റെ അകത്ത് എന്തെങ്കിലും കഴിക്കാൻ കാണും. ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് നിൽക്കുവാണ് കടയിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇനി അവിടെ അകത്ത് പോയിട്ട് നമുക്ക് എന്നാ കഴിക്കാനുള്ളത് നോക്കാം. കഴിക്കാനായിട്ട് ഗായ്സ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കേണ്ട. ഒരു ഉമ്മച്ചി രാവിലെ പോയതാണ്, എന്നിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഒരു തക്കാളി ഉണ്ട്, ഒരു മുട്ടയുണ്ട്, പിന്നെ കുറച്ച് ഉപ്പുണ്ട്, പച്ചമുളകുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ചോറ് വെള്ള റൈസാണ് ഗൈസ്. എനിക്ക് വെള്ളയാണ് ഇഷ്ടം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ട എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം ഗൈസ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന്. കൈ ഫോം പിടിക്കുന്ന കാരണം എനിക്കിത് എവിടെയെങ്കിലും മോൾഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത്തിരി സ്ഥലമേ ഉള്ളൂ, അതുകൊണ്ടേ ഇത് മോൾഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ മുട്ട ഓംലേറ്റ് ചെയ്യുന്ന നേരത്ത് ഒരു ഷോർട്ടായിട്ട് എടുത്ത് കാണിച്ചു തരാം ഗായ്സ്. അതിനു മുമ്പ് ഈ ഒരു ഡിഷിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഗായ്സ്. ഡിഷല്ല ഗായ്സ്, ചുമ്മാ ഇങ്ങനെ കൂട്ടാൻ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഗായ്സ്. ഈ ടൊമാറ്റോ എടുത്തിട്ട് ഇങ്ങനെ പപ്പട കുത്തിയിട്ട് ചുട്ടെടുക്കണം ഗായ്സ്. നല്ല ടേസ്റ്റാണ് ഗായ്സ്. ഇത് കറിയൊന്നും ഇല്ലെങ്കിൽ ഞാനിതാ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് നേരവും. നിങ്ങൾക്കാവുമ്പോൾ പെട്ടെന്ന് ഇത് ഉപയോഗിക്കാം ഗായ്സ്. ഇങ്ങനെ ചൂടാക്കി എടുക്കണം ഗൈസ്. നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഞാൻ ചുട്ടെടുത്തിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇനി മുട്ട ഓംലേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. മുട്ട ഓംലേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ടൊമാറ്റോ ഇങ്ങനെ ചുട്ടെടുക്കാൻ നേരത്ത് ഈ കളറിലാവും ഗൈസ്. ഇങ്ങനെ ഡാർക്ക് കളറിലാവുമ്പോൾ നമ്മൾ എടുക്കണം ഗൈസ്. ഡാർക്ക് കളറിലാവുമ്പോൾ നമ്മൾ എടുക്കണം. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെക്കണം. എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇത് പയ്യെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് ഇത് പീൽ ചെയ്യണം ഗൈസ്. എല്ലാം കൂടെ താഴെ പോയാൽ ഇങ്ങനെ പീൽ ചെയ്യണം ഗൈസ്. ഇപ്പോൾ നല്ല ചൂടുണ്ട് ഗൈസ്, ആവി പറക്കണ ചൂടാണ് ഗൈസ്. ഇത് മതിയാവും ഗൈസ്, ഇത് മതിയാവും. ഓക്കെ ഗൈസ്, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഓംലേറ്റ് ചെയ്യണം ഗൈസ്. മുട്ട ഓംലേറ്റ് ചെയ്യാനായിട്ട് മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പാൻ വെക്കണം ഗൈസ്. പാൻ ഇവിടെ തന്നെ ഉണ്ട്, അത് വയ്ക്കാം ഗൈസ്. വയ്ക്കാം. ഗ്യാസ് ഓൺ ചെയ്തു. ഇനി ഇതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് മുട്ട ഓംലേറ്റ് ചെയ്യാം ഗൈസ്. മുട്ട ഓംലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം ഗൈസ്, ഈ ടൊമാറ്റോയിലേക്ക്. എങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് അല്ല, അങ്ങനെ ഇത് കഴിക്കേണ്ടത്. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ച് കഴിഞ്ഞാൽ ചാറ് പോലെ കിട്ടും ഗൈസ്. ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് ഇച്ചിരി പച്ചവെള്ളം കൂടെ ഒഴിക്കും ഗൈസ്. കാരണം പച്ചവെള്ളം കൂടെ ഒഴിച്ചില്ലെങ്കിലേ ഇത് ചാറ് കിട്ടില്ല ഗൈസ്. ചാറ് മീൻസ് ഒരു ലിക്വിഡ് ടെക്സ്ചറിൽ കിട്ടില്ല. അപ്പം ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. ഇപ്പോൾ സംഭവം റെഡിയായി ഗൈസ്. അപ്പോൾ അതങ്ങനെ റെഡിയായി നിൽക്കട്ടെ. ഇനി ഇതിലേക്ക് പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. പക്ഷേ ഞാനിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഞാനിപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാനിത് കാണിക്കുന്നത്. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാനിത് കാണിക്കുന്നത്. ചൂടായെന്ന് തോന്നുന്നു ഗൈസ്. പാൻ ചൂടായി ഗൈസ്. ഇത് നമുക്ക് മുട്ട കമന്നു ഗൈസ്. കുറച്ച് ഗൈസ് ഇത്തിരി മുട്ടയുള്ളൂ ഗൈസ്. ഇത്തിരി മുട്ടയുള്ളൂ ഗൈസ്. മുട്ട എന്നെ ചതിച്ചു ഗൈസ്. മുട്ട താഴെ ചാടിപ്പോയി ഗൈസ്. കുറച്ച് ഈ സൈഡിൽ കുറച്ച് കിടക്കുന്നുണ്ടോ ഗൈസ്? ഇത് കണ്ടോ ഗൈസ്? മുട്ട താഴെ ചാടി ഗൈസ്. അത് കുഴപ്പമില്ല ഗൈസ്. ഒരു മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, ഇത്തിരി മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഇനി വേണ്ടത് ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഗൈസ് എനിക്ക് വൺ സൈഡാണ് ഗൈസ് ഇഷ്ടമുള്ളൂ. ഞാനതുകൊണ്ട് എപ്പോഴും വൺ സൈഡാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. ഇത് പെപ്പർ പൗഡർ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പെപ്പർ പൗഡർ ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്. ഇച്ചിരി പെപ്പറും കൂടി ഇടാം. ഗൈസ് പെപ്പർ നമുക്ക് ഇങ്ങനെ ഇടാം ഗൈസ്. ഇത് മതി ഗൈസ്. പെപ്പർ ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം ഗൈസ്. ഇതെല്ലാം എടുത്തിട്ട് ഞാൻ ഈ ചോറ് എടുത്തിട്ട് അവിടെ പോയി ഇരുന്നുമ്പോൾ കാണിച്ചു തരാം ഗൈസ് ബാക്കി. ഗൈസ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഗൈസ്. ഇന്നിത്തിരി കറി കുറവാണ് ഗൈസ്. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഠിത്തത്തിലേക്ക് കടക്കാം. +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. കഴിക്കട്ടെ ആദ്യം. കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അല്ല, പഠിക്കുന്ന സെക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനതിന് ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് വരട്ടെ. ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഉണ്ട് ഗൈസ്. ഒരു നോട്ടുണ്ട്, ഒരു പേനയുണ്ട് ഗൈസ്. ആദ്യം തന്നെ ഈ കമ്പ്യൂട്ടർ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ് +1 പാർട്ട് 1. ഇതിനകത്ത് കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടൻസിൻ്റെ അകത്ത് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്ര, കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്, ഡാറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനത്തെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റ് വരുന്നത് ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു യൂണിറ്റാണ്. ഇതിൻ്റെ അകത്ത്
ഇതിൻ്റെ അകത്ത് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കമ്പ്യൂട്ടേഴ്സ് നൗ പ്ലേ മേജർ റോൾ ഓൾമോസ്റ്റ് എവരി ആസ്പെക്ട് ലൈഫ് ആൻഡ് ഇൻഫ്ലുവൻസ് ലീവ്സ് ഓൺ വൺ വേ ഓർ അതർ. അങ്ങനെ പറഞ്ഞാൽ കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ ജീവിതത്തിൽ മിക്കവാറും എല്ലാ മേഖലകളിലും ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺ ആൻഡ് മെഷീൻ എവല്യൂഷൻ, ഇത് അതിൽ വരുന്നതാണ്. പക്ഷേ അത് 1 എന്ന് പറഞ്ഞ് കൊടുത്തേക്കണുണ്ട്. ഇത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് തൊട്ടാണ് ഇമ്പോർട്ടൻ്റ് കാര്യം വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് ഗൈസ്, ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഇതിൻ്റെ അകത്ത് പറയാനാണെങ്കിൽ പിന്നെ ടുഡേ ഓൾമോസ്റ്റ് എവരി വൺ ഈസ് എ കമ്പ്യൂട്ടർ യൂസർ ആൻഡ് മെനി ആർ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് മിക്കവാറും എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോക്താക്കളും പലരും കമ്പ്യൂട്ടർ പ്രോഗ്രാമറുകൾ അങ്ങനെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുന്ന പാരാഗ്രാഫ് ഓൾമോസ്റ്റ് എവരി വൺ ഈസ് എ കമ്പ്യൂട്ടർ യൂസർ മെനി കമ്പ്യൂട്ടേഴ്സ് പ്രോഗ്രാമേഴ്സ്. അത് ഞാൻ പറഞ്ഞത് ഗെറ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു വാട്ട് യു വാട്ട് ദം ടു ഡു റിക്വയർ ഇൻറ്റൻസീവ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ബട്ട് കമ്പ്യൂട്ടർ സയൻസ് ക്യാൻ ബി സീൻ ഓൺ ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഗായ്സ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അത് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ കമ്പ്യൂട്ടറുകൾക്ക് തീവ്രമായ അനുഭവം ആവശ്യമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അത് കമ്പ്യൂട്ടറിൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മാത്രമേ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അകത്ത് അതല്ല അതിൻ്റെ അകത്ത് പറയുന്നത്. ഞാനപ്പോൾ ബേസിക്കായിട്ട് പറഞ്ഞു എന്നുള്ളൂ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് ഇത് തുടങ്ങുന്നത്. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ പറയാനുള്ളത് but computer science can be seen on higher level science problem solving. Computer scientists must be able to analyze problem and design solution for real world problems എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ശാസ്ത്രത്തെ ഉയർന്ന തലത്തിൽ പ്രശ്നപരിഹാര ശാസ്ത്രമായി കാണാൻ കഴിയും. കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞർ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാനും യഥാർത്ഥ ലോക പ്രശ്നങ്ങൾക്കുള്ള പരിഹാര രൂപകൽപ്പന ചെയ്യാനും കഴിയും. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരാണ് മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ സംഭവം എന്നാണ് ഗായ്സ് അത് ഈ പറയുന്നത്. അവരാണ് ഗായ്സ് ഈ സംഭവങ്ങളെല്ലാം മെയിനായിട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളെപ്പോലുള്ള പ്രോഗ്രാമേഴ്സും അതിൻ്റെ അകത്ത് ഉൾപ്പെടും. നമ്മളെപ്പോലെയൊന്നുമല്ല, ഞാൻ പഠിക്കുന്നേ ഗൈസ്. ഇനി നമുക്ക് അബാക്കസ് നോക്കാം ഗൈസ്. ഈ അബാക്കസ് ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കിയായിരുന്നു ഗൈസ്. അബാക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BC കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഗൈസ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൗണ്ടിങ് ഫ്രെയിമാണ് ഗൈസ്. പിന്നെ അത് മെസ്സൊപ്പൊട്ടേമിയക്കാരാണ് കണ്ടുപിടിച്ചത്. പിന്നെ അതിൻ്റെ അകത്ത് പറയാനാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇതൊക്കെ ചെയ്യാമെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതെന്താണ് സംഭവം എന്നറിയില്ല ഗൈസ്. ദ അബാക്കസ് വർക്ക്സ് ഓൺ പ്ലേസ് ദ വാല്യൂ സിസ്റ്റം റീഡിങ് ഓൾമോസ്റ്റ് ലൈക്ക് റീഡിങ് റൈറ്റ് ന്യൂമറൽ പോലെ നമുക്കത് റീഡ് ചെയ്യാനും റീഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് ഗൈസ്. റിട്ടൺ ന്യൂമറൽ റിട്ടൺ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ റൈറ്റ് ചെയ്യാനെന്നും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ അബാക്കസ് ശരിക്കും നോക്കണം ഗൈസ്. +1 എക്സാമിന് ചിലപ്പോൾ എനിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഗൈസ് അബാക്കസ്.
അബാക്കസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതൊക്കെ ഫസ്റ്റത്തെ കൗണ്ടിങ്ങിൻ്റെ സംഭവമാണല്ലോ, കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഗൈസ് അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഗെയിൻസ്റ്റ് ദ ബാർ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓൺ ദ അബാക്കസ് ഗീവിങ് ഫിഗർ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് 11 എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. ഇതാണ് അബാക്കസിൻ്റെ മെയിൻ രൂപം ഗൈസ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്ത്, ഞാനൊക്കെ പഠിക്കാൻ നേരത്ത് ഉണ്ടായിരുന്നു ഗൈസ്, ഒരു സ്ലേറ്റിൽ ഇങ്ങനെ കുറേ മുത്തുമണികൾ പോലെ ഗൈസ്, സ്ലേറ്റിൽ ഇങ്ങനെ മുത്തുമണികൾ പോലെ കുറേ സംഭവങ്ങളിങ്ങനെ വന്നിട്ടുള്ളത് ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടത്. പക്ഷെ അന്ന് എനിക്കറിയില്ല ഇത് അബാക്കസ് ആയിരുന്നു എന്ന്. അല്ല, അബാക്കസ് പോലെയായിരുന്നു സംഭവം. അപ്പോൾ അബാക്കസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് സംഭവം അബാക്കസ്. അതിൻ്റെ അത് പറഞ്ഞേക്കുന്നത് 11 ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. പിന്നെ നാപ്പിയേഴ്സ് ബോൺസ് എന്നും പറഞ്ഞൊരു ശാസ്ത്രജ്ഞനെ പറ്റിയാണ് പറയാനുള്ളത് ഗൈസ്. പുള്ളി മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടി എളുപ്പമാക്കിയിട്ടുണ്ട് ഗൈസ്, നാപ്പിയർ ബോൺസ്. അപ്പോൾ അതിൻ്റെ അകത്ത് അത് AD കാലഘട്ടത്തിലാണ് പുള്ളി ജീവിച്ചിരുന്നത്. 1617 സംഭവിച്ച കാര്യമാണ് ഗൈസ്. പിന്നെ ഈസിലി പെർഫോംഡ് ദിസ് നമ്പേഴ്സ് റോഡ്സ് കോൾഡ് പെർഫോം മൾട്ടിപ്ലിക്കേഷൻ എ നമ്പർ ഇൻ ദ റേഞ്ച് ഓഫ് 2 9. അതായത് 2 9 പോലെ there are 10 bones corresponding to the digit 0 to 9. അതായത് 2 9 2 ഡിജിറ്റ് ആണല്ലോ, അതേപോലെ 2 ഡിജിറ്റ് വെച്ചിട്ടുള്ള എന്തും അത് ചെയ്യാമെന്നാണ് ഗൈസ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊന്ന് ടീച്ചറിനോട് ചോദിക്കണം ഗൈസ്. ക്ലാസ് തുടങ്ങുമ്പോൾ വേണം ഗൈസ് ടീച്ചറിനോട് ചോദിക്കാൻ നാപ്പിയർ ബോൺസ്. പിന്നെ പറയാനാണെങ്കിൽ ഇത് അൽഗോരിതം പോലെയാണ് ഗൈസ് സംഭവിക്കുന്നത്. ഇത് അതിൻ്റെ ടേബിൾ ഗൈസ്. ഇതുണ്ടോ 1 2 3 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, താഴത്തേക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 ഇവിടെ വന്നു കഴിയുമ്പോൾ 2 4 6 8 10ൻ്റെ ഇവിടെ 0 ഗൈസ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടോ, അങ്ങനെ പോവും. 3യുടെ അവിടെ 3യുടെ മൾട്ടിപ്ലിക്കേഷനാണ്, ടീലിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ചോദിച്ചേക്കുന്നത് ഗൈസ്. ഉണ്ടോ, അങ്ങനെ പോവും. അത് 2 5 8 വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നാ സംഭവം എന്നറിയില്ല ഗൈസ്. അതും ടീച്ചറിനോട് ചോദിക്കണം ഗൈസ്. അല്ല, ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നോക്കാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഗൈസ്. പഠിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല ഗൈസ്, എന്നാലും സാധിക്കുന്നുണ്ട് ഗൈസ് ഏതാണ്ടൊക്കെ. പിന്നെ പറയാനാണെങ്കിൽ പിന്നെ ഇത് അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ക്വയർ ചെയ്യാം, പിന്നെ വലിയ ഡിജിറ്റ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഉണ്ടോ ഈ കൊടുത്തേക്കുന്നുണ്ടോ 2 ബ്രാക്കറ്റ് 8 + 1 ബ്രാക്കറ്റ് ക്ലോസ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് ചെയ്യാം ഗൈസ്. ഇത് നമുക്ക് വലിയ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. ഈ ബേസിക് കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ പഠിച്ചിരിക്കണം നല്ലതാണ് ഗൈസ്. ഇത് വലിയ ഇൻ്റർവ്യൂ, അത് ഗൂഗിളിലൊക്കെ സുന്ദർപ്പിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. സുന്ദർപ്പിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയേണ്ടി വരും ഗൈസ്. അപ്പോൾ അതാണ് ഗൈസ് സംഭവം. ഇനി പാസ്കലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗണ്ടിങ് ഇതാണ് ഗൈസ്. ആഡിങ് സബ്സ്ട്രാക്റ്റിങ് ഒക്കെ ഒരു ഹോളുള്ള സംഭവമാണ് ഗൈസ്. ഹോളുള്ള സംഭവമാണ് ഗൈസ്. ഹോളുള്ള സംഭവമാണ് ഗൈസ്. പാസ്കലൈൻ നമുക്ക് നോക്കാം ഗൈസ്. പാസ്കലൈൻ ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ് കണ്ടുപിടിച്ചത്. ഇത് കാൽക്കുലേറ്റർ പോലെയാണ് ഗൈസ് കണ്ടുപിടിച്ചേക്കുന്നത്. 1642 ഡെവലപ്ഡ് കമ്പ്യൂട്ടിംഗ് മെഷീൻ ദാറ്റ് വാസ് capable adding subtracting 2 numbers directly and that could multiply divide by repetition. അതായത് റിപ്പീറ്റേഷൻ വന്നാലും കുഴപ്പമില്ല ഗൈസ്. റിപ്പീറ്റേഷൻ വന്ന നമ്പർ ആണെങ്കിൽ ചെയ്തെടുക്കാമെന്നാണ് ഗൈസ് ഇതിൻ്റെ അത് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു രൂപം ഇതാണ് ഗൈസ്.
പണ്ടത്തെ പിക്കായത് കാരണം വലിയ ഇതാണ് ആ ശാസ്ത്രജ്ഞൻ ബ്ലൈസ് പാസ്കൽ. അല്ല, പാസ്കലി എന്ന് പറഞ്ഞ പുള്ളിയുടെ ഇത് അല്ല, പാസ്കലി എന്ന് പറഞ്ഞ സംഭവം പുള്ളിയുടെ പേര് തന്നെയാണ് ബ്ലൈസ് പാസ്കൽ എന്ന്. ഇത് 1623 1662 കണ്ടുപിടിച്ച ഗൈസ്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അടുത്തത് പാസ്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ പാസ്കലൈനിൽ പുള്ളിയുടെ ഫാദർ ഒരു ടാക്സ് കളക്ഷൻ സൂപ്പർവൈസർ ആയിരുന്നു ഗൈസ്. പാസ്കലൈൻ്റെ അത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് പറയണം, കമൻറ്റിൽ കൂടെ പറയണം ഗൈസ്. എങ്കിലേ എനിക്ക് ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ ഗൈസ്. പിന്നെ ഞാനിതൊരു ഡെയിലി ലൈഫ് പോലെയാണ് ഗൈസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. നമുക്കിനി നോക്കാം ഗൈസ്, ഒന്നുകൂടെ നോക്കാം. ഒന്നുകൂടെ അല്ല ഗൈസ്, കുറച്ചും കൂടെ നോക്കാനുണ്ട് ഗൈസ്. പിന്നെ പറയാനാണെങ്കിൽ സിക്സ് ഡിജിറ്റ് നമ്പേഴ്സ് അത് കണ്ടോ ഗൈസ്. കൺസിഡർ ആഡിങ് നമ്പേഴ്സ് 20 and 81 യൂസിങ് പാസ്കലൈൻ. അതുവരെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനീഷ്യലി ദ പാസ്കലൈൻ വിൽ ബി സെറ്റ് ടു 0 for all the 6 digits. 0 for all 6 digits എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് 6 ഡിജിറ്റിൻ്റെ കൂടെ നമുക്ക് 0 ആഡ് ചെയ്യാമെന്നാണ് ഗൈസ് ഇതിൻ്റെ അത് പറഞ്ഞേക്കുന്നത് ഗൈസ്. ആ ലൈൻ അങ്ങനെയാണ് ഗൈസ്. ഇതാണ് പാസ്കലൈൻ വീല്. ഈ വീല് റൊട്ടേറ്റ് ആയാലാണ് ഗൈസ് അത് സംഭവം റെഡിയാവുള്ളൂ. അങ്ങനെയാണ് ഗൈസ് സംഭവം. പിന്നെ ഇതെല്ലാം അതിൻ്റെയൊക്കെ ഡയലിംഗ് ഡിജിറ്റ്സാണ് ഗൈസ്. 1 2 0 0 എന്നും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇത് 2 of 20. പിന്നെ ഇത് 8 of 81. ഡയലിംഗ് ദ ഡിജിറ്റ് 8 of 81. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അതിൻ്റെ മ്യൂസിയത്തിലൊക്കെ പോയി നോക്കണം ഗൈസ്. ഇതിൻ്റെ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കാണും ഗൈസ്. അതിനെപ്പറ്റി ഞാൻ റിസർച്ച് നടത്തിയിട്ട് പറയാം ഗൈസ്. മ്യൂസിയം എവിടെയൊക്കെ ഉണ്ട്, പാസ്കലൈനൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ നോക്കുന്ന സംഭവം. പിന്നെ ഡയലിംഗ് ദ ഡിജിറ്റ് 1 of 81. ഡയലിംഗ് ദ ഡിജിറ്റ് ഓഫ് 1 of 81. ഇത് 8 of 81. ഇങ്ങനെയാണ് ഗൈസ് ഡയൽ ചെയ്യുന്നത്. അതായത് 1 തൊട്ട് 81 വരെയും, ഇത് 8 തൊട്ട് 81 വരെയും, ഇത് 2 തൊട്ട് 20 വരെയും, ഇത് സം ഓഫ് 20 and 81 101 ഓൺ പാസ്കലൈൻ. അങ്ങനെയാണ് ഗൈസ് കൊടുത്തേക്കുന്നത്. പാസ്കലൈൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഗൈസ്. പാസ്കലൈൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ലൈബ്നിറ്റ്സ് കാൽക്കുലേറ്റർ. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് റോക്സ്നോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ക്ലാസ്. റെക്കോണർ എക്സ്പ്ലെയിൻ ദ പാസ്കലൈൻ ഐഡിയാസ് എക്സ്റ്റെൻഡ് ടു കാപ്പബിലിറ്റി പെർഫോം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വെല്ല്. അതായത് പാസ്കലൈനേക്കാളും കുറച്ചുകൂടി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ചെയ്തേക്കുന്ന പരിപാടിയാണ് ഗൈസ് ലെബിൻസ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. ലൈബ്നിറ്റ്സ് കാൽക്കുലേറ്റർ. പിന്നെ സക്സസ്ഫുള്ളി ഇൻട്രൊഡ്യൂസ്ഡ് ദ കാൽക്കുലേറ്റർ ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് യൂണിക് ഡ്രം ഷേപ്ഡ് ഗിയർ ഫോർമഡ് ബേസ് ഓഫ് മെനി സക്സസ്ഫുൾ കാൽക്കുലേറ്റർ ഡിസൈൻ ലേറ്റർ ഇയേഴ്സ്. അതങ്ങനെയാണ് ഗൈസ്. പാസ്കലൈൻ എന്ന് പറഞ്ഞാൽ സംഭവത്തിലുള്ളൂ ഗൈസ്. അപ്പോൾ പാസ്കലൈൻ്റെ അൽഗോരിതം പാസ്കലൈൻ്റെ സംഭവം ഇതാണ്. പിന്നെ നേപ്പിയർ ബോൺസിൻ്റെ അൽഗോരിതം പോലത്തെ ടേബിൾ ഇതാണ് ഗൈസ്. ഇത് തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുമായിരിക്കും ചിലപ്പോൾ ഈ +1 എക്സാമിന്. പിന്നെ പറയാനുള്ളത് ജാക്ക് വാല്യൂംസാണ് ഗൈസ്. ജാക്ക് വാല്യൂംസ് എന്ന് പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ജാക്ക് വാല്യൂംസിനെ പറ്റി പറയുന്നത് ജാക്ക് വാല്യൂംസ് മെക്കാനിക്കൽ ലൂമാണ്. ഇതിൻ്റെ പുള്ളിയുടെ ഫുൾ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളി ജനിച്ച വർഷം. പുള്ളി ഇതൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ള പരിപാടിയായിരുന്നു ഗൈസ്. ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഒരു പാറ്റേണിലാണ് ഈ സംഭവം ചെയ്തേക്കുന്നത്. ഇത് പഞ്ചഡ് കാർഡ്സ് ആൻഡ് പഞ്ചഡ് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാർഡ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഗൈസ്. കാർഡൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ഇച്ചിരി റിസ്കി ഷോട്ടാണ് ഗൈസ്. ഇതാണ് പാസ്കലൈൻ. പാസ്കലൈൻ പോട്ടെ, ജാക്ക് വാല്യൂം. ഇതാണ് ജോസഫ് മേരി ജാക്വാർഡിൻ്റെ ഫോട്ടോയും അവരുടെ പുള്ളി കണ്ടുപിടിച്ച അതേ സംഭവം
മനസ്സിലായോ? അതാണ് ഗൈസ് സംഭവം. ഞാൻ ഇവിടം വരെയാ ഗൈസ് നോക്കി വെച്ചിട്ടുള്ളൂ. ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ഇത്തിരി ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് വേണം കേട്ടോ +1 ഇനി അടുത്ത കൊല്ലം പോകുന്നവർ പോകാൻ, അല്ലെങ്കിൽ സീനാവും ഗൈസ്. അപ്പോൾ ഇത്ര ഗൈസ് എനിക്ക് പറയാനുള്ളൂ ഗൈസ്. പിന്നെ ഇത് ഈ ജാക്വാർഡ് ലൂംസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഈ ലേബേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം കണ്ടുപിടിച്ചേക്കുന്നത് ഗൈസ്, ജാക്വാർഡ് ലൂംസ്. കേട്ടോ ഗൈസ്, അത് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി എഴുതുന്നതിനേക്കാളും നല്ലത് ഇത് ബൈഹാർട്ട് ചെയ്ത് പോകുന്ന ഗൈസ്. ഞാനിതെല്ലാം ബൈഹാർട്ട് ചെയ്ത് വെച്ചതായിരുന്നു ഗൈസ്, പക്ഷെ ഓർമ്മ ഇപ്പോൾ കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴേക്കും കടയിൽ പോകണം ഗൈസ്. കടയിൽ പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി നാളത്തെ വീഡിയോ കാണാം ഗൈസ്. നാളത്തെ വീഡിയോയിൽ ഞാൻ ഇന്ന് വൈകുന്നേരം ഇരുന്ന് ഫുള്ള് ഇത് ബൈഹാർട്ട് ചെയ്തിട്ട് നാളത്തെ വീഡിയോയിൽ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഗൈസ്. നിങ്ങൾക്ക് ഡൗട്ടുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നാളെ കാണാം.